ശ്രീ വള്ളലാർ രാമലിംഗസ്വാമികളുടെ അരുൾപ്പെരും ജ്യോതിയിലെ അടുത്ത അകവലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശുദ്ധ സിദ്ധാന്ത സുഖപ്പെരുവളിയനും അത്തനി ചിർസഭൈ അരുൾപ്പെരും ജ്യോതി. ശുദ്ധ സിദ്ധാന്ത സുഖപ്പെരുവളിയാകുന്ന ചിർസഭയിൽ പ്രകാശിക്കുന്ന അരുൾപ്പെരും ജ്യോതി. അപ്പോൾ സിദ്ധാന്തങ്ങളുടെ എല്ലാം അവസാന ബിന്ദുവിൽ നിൽക്കുന്ന സുഖപ്പെരുവളി, ആത്മസുഖത്തിൻ്റെ വലിയ ആകാശം, ചിതാകാശം, ആത്മസുഖത്തിൻ്റെ ചിതാകാശം, സിദ്ധാന്തം നൽകുന്ന ആത്മസുഖത്തിൻ്റെ ചിതാകാശത്തിൽ വിളങ്ങുന്നതാണ് അരുൾപ്പെരും ജ്യോതി. ആത്മസുഖം. ഒരു സാധകൻ ബ്രഹ്മാനന്ദത്തിൽ ലയിക്കുമ്പോൾ അയാൾക്ക് ആത്മസുഖോദയമുണ്ടാകുന്നു, ആനന്ദം, പരമാനന്ദമുണ്ടാകുന്നു. അത് സിദ്ധാന്തങ്ങളെ സാക്ഷാത്കരിച്ച ഒരു സിദ്ധയോഗിയുടെ പരനിലയിൽ അയാൾക്ക് എപ്പോഴും പരമാനന്ദം അനുഭവിക്കേണ്ടി വരുന്നു. അതാണ് സിദ്ധാന്തത്തിൻ്റെ പ്രത്യേകത. ഈ വേദങ്ങളും അതേപോലെയുള്ള വൈഷ്ണവ മതങ്ങളും അല്ലെങ്കിൽ ദർശനങ്ങളും എല്ലാം തന്നെ സമയം കുറെ പിടിക്കും. എന്നാൽ ഈ സിദ്ധാന്തമാകട്ടെ ഒരു കുറുക്ക് വഴിയാണ്. കുറുക്ക് വഴി എന്ന് വെച്ചാൽ സമയം വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ബ്രഹ്മസായുജ്യത്തിൻ്റെ അവസ്ഥാവിശേഷം ഈ സിദ്ധാന്തങ്ങൾ നമുക്ക് നൽകുന്നു. നമ്മൾ കണ്ടിട്ടുള്ളതാണ് 18 സിദ്ധന്മാർ. ഈ 18 സിദ്ധന്മാർ പിന്തുടർന്ന സിദ്ധാന്തം ശൈവ സിദ്ധാന്തം. ആ ശൈവ സിദ്ധാന്തത്തിൻ്റെ പരമോന്നത തലത്തിൽ എത്തിച്ചേർന്നവർ എപ്പോഴും ആത്മസുഖം അനുഭവിക്കുന്നു. അവർ എപ്പോഴും ഈ അരുൾപ്പെരും ജ്യോതി സ്വാനുഭവമായിട്ട് എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുന്നു, അതിൽ ലയിച്ച് അതിൽ ആനന്ദിച്ചിരിക്കുന്നു. അപ്പോൾ പരശിവനിൽ വിലയം പ്രാപിച്ച, പരശിവൻ്റെ ആത്മസുഖത്തിൽ വിലയം പ്രാപിച്ച സിദ്ധാന്തികളുടെ ജീവിതമാർഗമാണ് ശുദ്ധ സിദ്ധാന്ത മാർഗം. അപ്പോൾ ശുദ്ധ സിദ്ധാന്ത മാർഗം എന്താണെന്ന് അറിയണമെങ്കിൽ ശൈവ സിദ്ധാന്തം എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. ശൈവത്തിൻ്റെ ഏറ്റവും ഉയർന്ന സിദ്ധാന്തമാണ് ശൈവ സിദ്ധാന്തം. ഈ ശൈവ സിദ്ധാന്തം പിന്നീട് പല പല പ്രദേശങ്ങളിൽ പല രൂപത്തിൽ വികാസം പ്രാപിക്കേണ്ടായി. ആദിമ സിദ്ധാന്തമാണ് ശൈവ സിദ്ധാന്തം. അതായത് ശ്രീലങ്കയുടെ തീരത്തുണ്ടായ ആ ശൈവ വിശ്വാസത്തിൽ നിന്നുണ്ടായ ഉരുത്തിരിഞ്ഞ ശൈവ സിദ്ധാന്തം പിന്നീട് ഭാരതമാകെ വ്യാപിക്കുന്ന കാഴ്ച നാം കാണുന്നു. അപ്പോൾ ദ്രാവിഡ ദേശത്തുണ്ടായ ഈ ശൈവ സിദ്ധാന്തം പിന്നീട് കാശ്മീരത്തിൽ വരെ ചെന്ന് കാശ്മീര ശൈവിസമായിട്ട് പോലും അത് വികാസം പ്രാപിക്കുന്നു. പിന്നെ പാശുപതം, വീരശൈവം, അങ്ങനെ പല പല ശൈവ സിദ്ധാന്തത്തിൻ്റെ വികാസ പരിണാമങ്ങൾ കാണുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശൈവ സിദ്ധാന്തത്തിൻ്റെ കാശ്മീര ശൈവ സിദ്ധാന്തമാണ്. കാശ്മീര ശൈവിസം വളരെയേറെ വികാസം പ്രാപിക്കേണ്ടായി. ശൈവ സിദ്ധാന്തത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, ഒരു പുത്തൻ ചിനപ്പെന്ന് പറയാം കാശ്മീര ശൈവിസം. അതിൻ്റെ തലതൊട്ടപ്പൻ എന്ന് പറയാവുന്നത് അഭിനവഗുപ്തനാണ്. അഭിനവഗുപ്തൻ്റെ തന്ത്രാലോകം എന്ന് പറഞ്ഞ ഒരു കൃതിയുണ്ട്. പിന്നെ തന്ത്രസാരം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കൃതിയുണ്ട്. ഈ തന്ത്രാലോകത്തിലും തന്ത്രസാരത്തിലും ശൈവ സിദ്ധാന്തത്തിൻ്റെ പരമോന്നതമായ ദർശനവിശേഷങ്ങളെ അഭിനവഗുപ്തൻ ആചരിക്കുന്നത് കാണാൻ കഴിയുന്നു.
അപ്പോൾ ഇവിടെ അഭിനവഗുപ്താചാര്യൻ്റെ ശൈവ സിദ്ധാന്തത്തിൻ്റെ ഉയർന്ന തലങ്ങളാണ് കാശ്മീര ശൈവസത്തിൽ വളർന്ന് വികാസം പ്രാപിച്ചത്. ഇപ്പം കാളിദാസൻ്റെ കവിത നോക്കിയാലും മലയാളത്തിൽ കുമാരനാശാൻ്റെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും കൃതികൾ പരിശോധിച്ച് നോക്കിയാലും എല്ലാം തന്നെ ഈ ശൈവ സിദ്ധാന്തത്തിൻ്റെ സാന്നിധ്യം വളരെയേറെ ഉണ്ട്. അതുപോലെ ചട്ടമ്പിസ്വാമികളുടെ ദർശനവിശേഷത്തിൻ്റെ പിന്നിലും ഈ ശൈവ ദർശനം തന്നെയാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചു നിൽക്കുന്നത്. ചട്ടമ്പിസ്വാമികൾ സമാധിയായപ്പോൾ ശ്രീനാരായണ ഗുരു കുമ്പളത്ത് ശങ്കുപിള്ളയെ വിളിച്ച് പറഞ്ഞു, സമാധിയിൽ ശിവലിംഗം സ്ഥാപിക്കണമെന്ന് പറയണ്ടായി. അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ സമാധിയായപ്പോഴും ആദ്യം അവിടെ പ്രതിഷ്ഠിച്ചത് ശിവലിംഗമാണ്. അപ്പോൾ അങ്ങനെ അത്രയേറെ ശൈവസിദ്ധാന്തവുമായി ബന്ധപ്പെട്ടവരാണ് ഭാരതത്തിലെ ദ്രാവിഡ ദേശത്തിലുള്ള ആചാര്യന്മാരും ജനങ്ങളും. അതേപോലെ തന്നെ അത് ഉത്തരേന്ത്യയിലേക്ക് വികാസം പ്രാപിച്ച് അത് വളരെ വിപുലമായ രീതിയിൽ വളരുകയും അത് പിന്നീട് ലോകം മുഴുവനും വികസിക്കുകയും ചെയ്യുന്നു. ആദിമ സിദ്ധാന്തം എന്ന് പറയുന്നത് ഈ ശൈവ സിദ്ധാന്തമാണെന്ന് വരെ നമുക്ക് പറഞ്ഞു വയ്ക്കേണ്ടി വരുന്നു. ചരിത്രത്തിൻ്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ശരിക്കും ശൈവ സിദ്ധാന്തത്തെക്കുറിച്ച് പഠിച്ച ചിലരെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഒന്ന് അല്പം മനസ്സിലാക്കാം. തിരുവാചകം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ഡോക്ടർ പോപ്പ് ഇങ്ങനെ പറയുന്നു: അത്യന്തം വിസ്തൃതവും പ്രഭാവപൂർണമായ ഭാരതത്തിലെ എല്ലാ മതങ്ങളിൽ വച്ചും ആന്തരമായി ഏറ്റവും വിലപ്പെട്ടതാണ് ശൈവസിദ്ധാന്തം. ശൈവമതത്തിൻ്റെ ഒരു വിഭാഗമാണ് ശൈവസിദ്ധാന്തം. പാശുപതം, വീരശൈവം, പ്രത്യഭിജ്ഞ ഇവയാണ് ശൈവമതത്തിൻ്റെ മറ്റ് വിഭാഗങ്ങൾ. രാജസ്ഥാൻ, ഗുജറാത്ത് ഇവിടങ്ങളിൽ പാശുപതവും, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിൽ ശൈവസിദ്ധാന്തവും, കർണാടകത്തിൽ വീരശൈവവും, കാശ്മീരിൽ പ്രത്യഭിജ്ഞ, അതായത് അഭിനവഗുപ്തൻ്റെ ആ പ്രത്യഭിജ്ഞ സിദ്ധാന്തം ഇതെല്ലാം പ്രചരിച്ചിരുന്നു. ഇവയിൽ ശൈവസിദ്ധാന്തത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ നോക്കാം. ഇവിടെ ശുദ്ധ സിദ്ധാന്ത സുഖാനുഭൂതി എന്താണെന്ന് വള്ളലാർ പറയുന്നത് ഈ ശൈവാനുഭൂതിയാണ്. പ്രഥമ ശതകത്തിൽ ജീവിച്ചിരുന്ന നക്കീരും ദ്വിതീയ ശതകത്തിൽ ജീവിച്ചിരുന്ന കണ്ണപ്പ നായനാരും പഞ്ചമ ശതാബ്ദത്തിൽ ജീവിച്ചിരുന്ന തിരുമൂലരുമാണ് തമിഴ്നാട്ടിൽ സിദ്ധാന്തം ആദ്യമായി പ്രചരിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. ആ മഹാപുരുഷന്മാരെ പിന്തുടർന്ന് പ്രധാനപ്പെട്ട ആചാര്യന്മാർ വള്ളലാർ, അതേപോലെ തന്നെ അപ്പർ സംബന്ധർ, തിരുஞான സംബന്ധർ, പിന്നെ അതുപോലെ സുന്ദരമൂർത്തി നായനാർ, പിന്നെ അങ്ങനെ ഒരുപാട് ശൈവാചാര്യന്മാർ തമിഴ്നാട്ടിൽ ശൈവസിദ്ധാന്തത്തെ വളർത്തിക്കൊണ്ടുവരികയുണ്ടായി. 4 സമയാചാര്യന്മാരെ കുറിച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. സപ്തമ ശതാബ്ദത്തിലും അഷ്ടമ ശതാബ്ദത്തിലും ജീവിച്ചിരുന്ന അനേകം ശൈവ സിദ്ധാന്തന്മാർ, 18 സിദ്ധന്മാരിൽ പലരും ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. 14-ാം നൂറ്റാണ്ട് വരെ പരന്നു കിടക്കുന്നു ശൈവ സിദ്ധാന്തത്തിൻ്റെ സാഹിത്യം. ക്രിസ്തുവിന് പിൻപ് 1000-ാം ആണ്ടിൽ നമ്പിയാണ്ടാർ നമ്പി സമ്പാദനം ചെയ്ത ശൈവമന്ത്രങ്ങളെ പൊതുവിൽ തിരുമുറൈ എന്ന് പറയുന്നു. അതിൻ്റെ പിന്തുടർച്ചയാണ് വള്ളലാർ രാമലിംഗസ്വാമികളുടെ 6ാം തിരുമുറ. 6ാം തിരുമുറയിൽപ്പെട്ട, അതായത് തിരുവരുട്പ, ആ തിരുവരുട്പായയിൽപ്പെട്ട ഒരു കൃതി, ഒരു കാവ്യമാണ് നാം ഇപ്പോൾ പഠിക്കുന്ന അരുൾ പെരും ജ്യോതി. തേവാരം എന്നാണ് ഇതിനെ പണ്ടുകാലത്ത് പറഞ്ഞിരുന്നത്. 1-ാം ഭാഗത്തിൽ സംബന്ധരുടെയും അപ്പരുടെയും സുന്ദരരുടെയും സൂക്തങ്ങളടങ്ങുന്നു. 12-ാമത്തെ തിരുമുറയ്ക്ക് പെരിയ പുരാണം നമ്മൾ കണ്ടതാണ്. ഇതിനു മുമ്പ് താല്പര്യമുള്ളവർക്ക് പെരിയ പുരാണത്തെക്കുറിച്ച് അറിയണമെങ്കിൽ സാന്ദീപിനി സഭ എന്ന് അടിച്ചു കൊടുത്താൽ പെരിയ പുരാണത്തിലെ 64 സമയാചാര്യന്മാരെ കുറിച്ചിട്ടുള്ള
ജീവകഥകൾ മുഴുവനും നിങ്ങൾക്ക് കിട്ടാം. പിന്നെ ചേക്കിഴാറാണ് മറ്റൊരു പ്രധാനപ്പെട്ട കവി. ചേക്കിഴാരുടെ പെരിയ പുരാണവും നാം പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ചേക്കിഴാരുടെ പെരിയ പുരാണത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ സാന്ദീപിനി സഭ എന്ന ഈ ടൈറ്റിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ചേക്കിഴാരുടെ പെരിയ പുരാണത്തെക്കുറിച്ച് പൂർണ്ണമായ ഒരറിവ് കിട്ടും. പിന്നെ തിരുമൂലരുടെ തിരുമന്ത്രം, അതിനെക്കുറിച്ചും നാം പഠിച്ചു കഴിഞ്ഞു. തിരുമന്ദിരമാണ് സാന്ദീപനി സഭയുടെ ആദ്യത്തെ പഠനം. അത് ഏതാണ്ട് 700ഓളം എപ്പിസോഡുകളിലായിട്ട് തിരുമന്ദിരം മുഴുവനും നാം പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. പിന്നെ മെയ്കണ്ഠൻ്റെ ശിവജ്ഞാന ബോധം വളരെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്ത കൃതിയാണ്, ശൈവ സിദ്ധാന്ത കൃതിയാണ്. അതും നമ്മൾ പഠനത്തിന് വിധേയമാക്കി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ 14-ാം നൂറ്റാണ്ടിൽ ഉമാപതിയുടെ ശിവപ്രകാശനം, പിന്നെ തിരുവരുൾപ്പൈൻ, പിന്നെ അതുപോലെ തിരുവരുട്പ, നീലകണ്ഠൻ്റെ ബ്രഹ്മസൂത്ര ഭാഷ്യം, അപ്പയ്യ ദീക്ഷയുടെ ശിവാർക്കമണി ദീപിക എന്നീ കൃതികളിലെല്ലാം തന്നെ ശൈവ സിദ്ധാന്തത്തിൻ്റെ മഹനീയ സാന്നിധ്യം നിറഞ്ഞു കവിയുന്നതായിട്ട് കാണാം. ശൈവ സിദ്ധാന്തത്തെക്കുറിച്ചിട്ട് തിരുമന്ദിരം പഠിച്ചപ്പോൾ നാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ അത് കാണാത്തവർക്ക് വേണ്ടി ശൈവ സിദ്ധാന്തത്തെക്കുറിച്ച് സ്വല്പം കാര്യങ്ങൾ ഇവിടെ പറയുന്നു. അതാണ് സിദ്ധാന്തം എന്ന് പറയുന്ന ആ ദർശനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ തിരുമന്ദിരം യജ്ഞം, തിരുമന്ദിര യജ്ഞം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ശിവൻ, ശക്തി, ബിന്ദു എന്നീ 3 തത്വങ്ങളാണ് ശൈവ സിദ്ധാന്തത്തിൻ്റെ അധിഷ്ഠാനം. അനാദിയും കാരണരഹിതനും ദോഷങ്ങളിൽ നിന്ന് മുക്തനും സർവകർത്താവും സർവജ്ഞനുമായ പരമാർത്ഥ സത്യത്തെയാണ് ശിവൻ എന്ന് വിളിക്കുന്നത്. സ്വയംഭൂതം, അത്യന്തവിശുദ്ധി, അന്തർദർശന ജ്ഞാനം, ആനന്ദബുദ്ധി, ബന്ധവിമുക്തി, അനന്തകരുണ, സർവശക്തത, അസീമാനന്ദം എന്നീ അഷ്ടഗുണങ്ങൾ ശിവനുണ്ട്. പ്രപഞ്ചവും മനുഷ്യനും അടങ്ങുന്ന ശരീരികളുടെ ആത്മാവാകുന്നു ശിവൻ. സുഖമോ ദുഃഖമോ ജ്ഞാതമോ അജ്ഞാതമോ അല്ലാത്ത അതൊന്നിന് മാത്രമാണ് യഥാർത്ഥമായ അസ്തിത്വമുള്ളത്. മൃഗേന്ദ്രാഗമത്തിൽ ശിവനെ രക്ഷകനും ഗുരുവുമായി കാണുന്നു. മാനവ സമുദായത്തോടുള്ള മഹാസ്നേഹം മൂലമാണ് ശിവൻ ഈ രൂപം കൈക്കൊണ്ടത്. ശിവൻ പ്രേമദേവനും വാത്സല്യമൂർത്തിയുമാണ്. അതാണ് ശൈവ സിദ്ധാന്തത്തിൻ്റെ കാതൽ. അൻപേ ശിവം. ശിവൻ പ്രേമത്തിൻ്റെ ദേവനാണ്, പ്രേമദേവനാണ്. ശിവൻ പ്രേമം തന്നെയാകുന്നു. പിന്നെ വാത്സല്യം, കരുണ, ഉദാരത, ദയ ഇങ്ങനെയുള്ള വികാരങ്ങളുടെയെല്ലാം ദൈവമാണ് ശിവൻ. അപ്പോൾ അങ്ങേറ്റത്തെ ഉദാരതയുടെയും അങ്ങേറ്റത്തെ കാരുണ്യത്തിൻ്റെയും മഹാദേവനാണ് ശിവൻ. അതുകൊണ്ടാണ് വള്ളലാർ തൻ്റെ ജ്ഞാനസഭയിൽ, സന്മാർഗസഭയിൽ സ്നേഹത്തിനും കാരുണ്യത്തിനും വളരെ പ്രാധാന്യം കൊടുത്തത്. അൻപും അതേപോലെ കരുണയും. അരുൾ പെരുംജ്യോതി, അരുൾ പെരുംജ്യോതി, തനിപ്പെരും കരുണൈ. കരുണയുടെ ഇതിഹാസമാണ് വള്ളലാർ, പ്രേമത്തിൻ്റെ ഇതിഹാസമാണ് വള്ളലാർ. അത് രണ്ടും ഈ ശൈവത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ശൈവ സിദ്ധാന്തത്തിൻ്റെ കാതലായ പ്രേമഭാവവും കരുണയുമാണ് നാം പഠിക്കുന്ന അരുൾ പെരുംജ്യോതിയുടെ കാതൽ. അരുൾ പെരുംജ്യോതിയുടെ കാതൽ മാത്രമല്ല, സാന്ദീപനി സഭ ഇന്നേ വരെ പിന്തുടർന്ന എല്ലാ തമിഴ് ഗ്രന്ഥങ്ങളുടെയും ആ ആത്മസത്ത എന്ന് പറയുന്നത് ലവ് ആൻഡ് കമ്പാഷൻ, സ്നേഹവും കാരുണ്യവും ഉദാരതയുമാണ്. നിനക്ക് താഴെയുണ്ട് ഉദാരമൻ മനം എന്നാണ് സിദ്ധന്മാർ എപ്പോഴും പറയുന്നത്. എല്ലാവരുടെയും ആ ബേസായിട്ട് നിൽക്കുന്നത് ഈ സിദ്ധന്മാരുടെ കരുണയാണ്. കരുണയിൽ പൂത്തു തളിർത്തതാണ്
അവിടെ സ്നേഹസങ്കല്പവും. അപ്പോൾ കരുണയും സ്നേഹവും കൊണ്ട് മനുഷ്യജീവിതത്തെ ശിവജീവിതമാക്കി മാറ്റുന്ന സ്വർഗീയ തലത്തിലേക്ക്, ദേവലോകത്തിലേക്കും ഈശ്വരലോകത്തിലേക്കും ഉയർത്തുന്ന അത്ഭുതകരമായ 2 ദർശനങ്ങളാണ് സ്നേഹദർശനവും കരുണയുടെ ദർശനവും. ഇത് രണ്ടുമാണ് വള്ളലാർ അരുൾ പെരും ജ്യോതിയിലൂടെ പ്രകാശിപ്പിക്കുന്നത്. അപ്പോൾ ശൈവസിദ്ധാന്തത്തിൻ്റെ കാതലായ മഹാസ്നേഹവും, ആ സ്നേഹമെന്ന വാക്കിന് പകരം മഹാസ്നേഹം എന്ന വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നു. മഹാസ്നേഹത്തിൻ്റെ മഹാപ്രവാഹവും കാരുണ്യത്തിൻ്റെ ഉദാരതയും നിറഞ്ഞ ഒരു ദർശനമാണ് സിദ്ധാന്ത ദർശനം. ആ ശുദ്ധ സിദ്ധാന്ത ദർശനമാണ് അരുൾ പെരും ജ്യോതി. അപ്പോൾ അരുൾ പെരും ജ്യോതിയിലൂടെ ശൈവസിദ്ധാന്തത്തിൻ്റെ കാതലായ ആ സ്നേഹവും കാരുണ്യവും ഉദാരതയും ദയാവായ്പും എല്ലാം തന്നെ ഇവിടെ വള്ളലാർ ഈ അരുൾ പെരും ജ്യോതിയിൽ പ്രകാശിപ്പിച്ച് കാണിച്ചു തരുന്നു. അപ്പോൾ അരുൾ പെരും ജ്യോതി എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ നമ്മിൽ അറിയാതെ തന്നെ സ്നേഹം നിറഞ്ഞു കവിയും, അതേപോലെ തന്നെ കാരുണ്യം നിറഞ്ഞു കവിയും. ശിവസ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം തളിർത്ത് പൂക്കാൻ തുടങ്ങും. അപ്പോൾ എത്ര കഠിന ഹൃദയനാണെങ്കിലും അരുൾ പെരും ജ്യോതി, അരുൾ പെരും ജ്യോതി, തനിപ്പെരും കരുണൈ, അരുൾ പെരും ജ്യോതി എന്ന മഹാമന്ത്രം ജപിക്കുമ്പോൾ അവരുടെ മനസ്സെത്ര കഠിനമായ ഊഷരമായ മനസ്സാണെങ്കിൽ പോലും അവിടെ സ്നേഹത്തിൻ്റെ മഹാഗംഗാപ്രവാഹം ഉത്ഭവിക്കുക തന്നെ ചെയ്യും. അതേപോലെ കാരുണ്യം, അതേപോലെ ഉദാരത, എല്ലാത്തിനോടുമുള്ള സമഭാവം. ആരും ആരേക്കാൾ മേലെയല്ല, ആരും ആരേക്കാൾ താഴെയുമല്ല, എല്ലാവർക്കും സമഭാവം നൽകുന്ന ആ ഉദാരത, ആ ഉദാരതയും ഈ സിദ്ധാന്തത്തിൻ്റെ ആത്മസുഖത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഇതാണ് അരുൾ പെരും ജ്യോതിയുടെ മഹാവെളിച്ചത്തിൻ്റെ പ്രകാശരേണുക്കൾ. ഓം ശിവായ നമഃ.